ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും പറയുന്നത്. എന്നിട്ട് പിന്നെ ഇവർ ആരുടെ തെറ്റിതിരുത്തുന്ന പറയുന്നത്? ജനങ്ങളുടെ തെറ്റിതിരുത്തുമെന്ന്. ഏത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും കണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ തിരുത്തണം എന്ന് പറയും. അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയാൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്ന് പറയുക ഈ ജാതിമത സംഘടനകളുടെ വോട്ട് ഒന്നിച്ചൊഴുകിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. എന്ത് നാണം കെട്ട വാദമാണ് ഈ പറയുന്നത്? അടുത്ത് പറയുന്നത് നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന. ഞാൻ ചോദിക്കുന്നത്, ഈ തെറ്റുതിരുത്തൽ പരിപാടിക്കും പറ്റുമെങ്കിൽ ആ ബസ് ഇപ്പോൾ എവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ആ ബസ് ഒന്ന് തപ്പി കണ്ടുപിടിച്ച് ആ നവകേരള സദസ്സ് രണ്ടാമത്തെ അതിന്റെ 2.0 എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് നടത്താവുന്നതാണ്. നിങ്ങൾ ഈ തരംഗം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആ കാരണഭൂതൻ വിശ്രമ ജീവിതത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയെന്തിനാ? ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കി മുഴുവൻ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ ഒട്ടാകെ നടന്ന് പ്രചരണം നടത്താൻ വേണ്ടായില്ലേ? അദ്ദേഹവും വരുമാനും മക്കളും എല്ലാവരും കൂടി കൂട്ടുകുടുംബം അടച്ച് ഒന്നിച്ച് വിദേശത്ത് പോയില്ലേ? നമ്മുടെയൊക്കെ നികുതി പണമൊക്കെ എടുത്ത്